ശ്രീ DK മുരളി. സർ, UGC ഡ്രാഫ്റ്റ് റെഗുലേഷൻ സത്യത്തിൽ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ അവകാശങ്ങളുടെ മേലുള്ള ലംഘനമാണ് എന്നതും അതിൻ്റെ പിന്നിൽ ഒരു കാവ്യവൽക്കരണ അജണ്ട ഒളിപ്പിച്ചു വച്ചിട്ടുള്ളതും നമ്മൾ ഏറെ ചർച്ചാ വിഷയമാണ്. ഈ സന്ദർഭത്തിൽ കേരള നിയമസഭ പ്രമേയം പാസ്സാക്കുകയും സർക്കാരിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ കേന്ദ്ര സർക്കാരിനും UGCക്കും കത്തെഴുതിയിട്ടുണ്ടോ? അതിലെന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് വിശദീകരിക്കാനാകുമോ? ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന നിലയിലും UGCക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിലെ ചുമതല വഹിക്കുന്ന ശ്രീ ധർമ്മേന്ദ്ര പ്രധാനും കത്തയച്ചിട്ടുണ്ട്. വൻതോതിൽ മുതൽ മുടക്കി പൊതു സർവകലാശാലകളെ സംരക്ഷിക്കുകയും അവയുടെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെൻറ്റുകളാണ്. സംസ്ഥാന സർവകലാശാലകളുടെ എല്ലാ ചുമതലകളും സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ നിക്ഷിപ്തമായിരിക്കെ വലിയ രീതിയിലുള്ള കേന്ദ്രീകരണ പരിശ്രമങ്ങൾ നടത്തുന്ന രീതിയിലാണ് പുതിയ UGC ഡ്രാഫ്റ്റ് ഗൈഡ് ലൈൻസ് തയ്യാറാക്കിയിട്ടുള്ളത് എന്നത് സംബന്ധിച്ച പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. മുതൽ മുടക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ഈ സർവകലാശാലകളുടെ പ്രവർത്തനത്തിൽ യാതൊരു തരത്തിലും ഇടപെടാനുള്ള അവകാശമില്ല എന്ന തരത്തിലും അതിൻ്റെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യാതൊരു വിധത്തിലും ഇടപെടാനുള്ള സ്പേസ് ഇല്ലാത്ത തരത്തിലും UGC മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നു എന്നുള്ളത് ഖേദകരമാണ് എന്ന നിലയിൽ അത് നമ്മുടെ ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായ നിലപാടാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ UGCക്കും അതുപോലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കേന്ദ്രമന്ത്രിക്കും കത്തയച്ചിട്ടുണ്ട്.